ഹലോ ഗായ്സ്, ഞാനിവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ ഈ കാണുന്ന ഫ്രഷ് ഫിഷ്. കാരണം നമുക്കിവിടെ പാഡർബോണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫ്രോസൺ ഐറ്റംസ് ആണ്. അതിനാണെങ്കിൽ വലിയ ടേസ്റ്റും കാണത്തില്ല. പക്ഷെ ഇന്നലെ എന്റെ കെട്ടിയാൻ ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോയിട്ട് വന്നപ്പോൾ ബീലെ ഫീൽഡിലെ സാറ്റർഡേ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ ഫ്രഷ് ഫിഷും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രാബും മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഈ ലൈവായിട്ട് കിടക്കുന്ന ക്രാബിനെ കൊന്നെടുക്കാനായിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കാം. അതിനുശേഷം ഇതിന്റെ കാലെല്ലാം വേർതിരിച്ചെടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഞണ്ടേറി വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒരു തക്കാളി, ഒരു സവാള, കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇത്തിരി കറിവേപ്പില, 2-3 പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ ഞണ്ട് നല്ല മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് അതേ പാനിൽ തന്നെ കേട്ടോ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി കടുക് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മുടെ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ 2-3 കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ലോണം ഒന്ന് ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടികളെല്ലാം ആഡ് ചെയ്യാം. പൊടികളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കിന് ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു ഇച്ചിരിക്കോളം മഞ്ഞപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇതാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് ഞാൻ ലാസ്റ്റ് ആണ് ഇടുന്നത്. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഇതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞ് നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും അതുപോലെ തന്നെ അതിന്റെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഞണ്ട് ആഡ് ചെയ്യാം. ഞണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. എൻ്റെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്തോരാണ് ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് അവസാനം കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി റെഡി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.